നമ്മുടെ സ്വന്തം നാടിനു വേണ്ടി ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇത്ര മഹത്തായ വ്യക്തികളുള്ള നാടാണ് നമ്മുടെ നാട് എന്നോർത്ത് അഭിമാനിക്കാനും, എന്നാൽ അതേസമയം ഈ നാട്ടിലായതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയ ആൾക്കാർക്ക് പോലും ഇത്ര ദാരുണമായ സംഭവങ്ങൾ നടക്കുന്നത് എന്നോർത്ത് അപമാനിക്കാനുമുള്ള ഒരു സിനിമയാണ് റോക്കറ്ററി ദി നമ്പി എഫക്റ്റ് എന്ന് പറയാം. സാധാരണ ഒരു ബയോപിക്ക് പോകുന്ന ആ ഒരു ടെംപ്ലേറ്റിലല്ല ഈ ഒരു സിനിമ. ഒരു ബയോപിക്കിൻ്റെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അണ്ടർഡോഗായ വ്യക്തി അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അവസാനം എങ്ങനെയായിരിക്കും ഒരു മോട്ടിവേഷനിലുള്ളൊരു ജേണി, ആ അവസാനം എൻഡിങ്ങിൽ എന്തായിരിക്കും നമുക്കറിയാം. ഈ രീതിയിലായിരിക്കും ഒരു ബയോപിക്ക് നീങ്ങുക. ഈ സിനിമ ആ ഒരു ടെംപ്ലേറ്റിലുള്ളതല്ല, എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അങ്ങിങ്ങായിട്ട് നമുക്ക് തോന്നും. നമ്പി നാരായണൻ എന്ന വ്യക്തിയും അദ്ദേഹത്തെ ചുറ്റുപറ്റിയുള്ള കേസുകളൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ തന്നെ പിന്നെയും ചകഞ്ഞ് പറയാതെ ഈ ഒരു കേസ് മാത്രമല്ല, അദ്ദേഹം ആരാണ് ഈ വ്യക്തി, എന്താണ് ഈ വ്യക്തി നാടിനായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിനിമയാണ് ദി നമ്പി എഫക്റ്റ് എന്ന സിനിമ. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ISRO സയന്റിസ്റ്റ്, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള കുറേ ഇവന്റ്സ് ഉണ്ട്. ഇന്ത്യയുടെ തന്നെ റോക്കറ്റ് സയൻസിൽ ഭയങ്കര മൈൽ സ്റ്റോൺ ആയിട്ട് വെക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ, അത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പറയുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽ, അദ്ദേഹത്തിൻ്റെ ഒരു ജേണി, അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പങ്കാളികളായിട്ടുള്ള ഒരുപാട് പേരെയും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട് സിനിമ എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാണ് പറയാം. കാരണം ഈ ഒരു കോർ ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി ഒരുപാട് ഇതേപോലെ നമ്മൾ അറിയാതെ പോകുന്ന പല പ്രമുഖരായ പല ബ്രൈറ്റ് ആയിട്ടുള്ള കുറേ മൈൻഡ്സ് ഉണ്ട് ഇന്ത്യയുടെ തന്നെ. ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും വലിയ ഓഫേഴ്സൊക്കെ കിട്ടിയിട്ടും അപ്പോൾ പുറം രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ ഉള്ള ടെക്നോളജി പഠിക്കാൻ വേണ്ടി ഒരു മിനി സ്പൈ ആയിട്ടൊക്കെ പോലും വർക്ക് ചെയ്തിട്ട് പോലും ഇന്ത്യക്ക് വേണ്ടി അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വന്തം പേഴ്സണലായിട്ട് കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത പലരെയും നമ്മൾ തഴയുകയാണ്, നമ്മൾ പുറന്തള്ളുകയാണ് എന്നുള്ള കാര്യം വളരെ നീറ്റായിട്ട് സിനിമ പച്ചയായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അധികം ചർച്ച ചെയ്ത് പോകാതെ എന്നാൽ ആവശ്യത്തിന് പ്രോപ്പറായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു സിനിമ. ആ ഒരു കാര്യം എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ എഫക്റ്റ് ചെയ്യുന്നു. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കൊള്ളിക്കുന്ന ഡയലോഗ്സിലൂടെയൊക്കെ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. റോക്കറ്റ് വിടാൻ മാത്രമേ സയൻറ്റിസ്റ്റുകൾക്ക് അറിയുള്ളൂ, എന്നാൽ അതേ സയൻറ്റിസ്റ്റുകൾക്ക് തമ്മിലൊരു പ്രശ്നം വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഡയലോഗ്സ് ഒക്കെ കേട്ടാൽ കൊള്ളേണ്ടവർക്ക് കൊള്ളും എന്നുള്ളത് തീർച്ചയാണ്. ഇത്തരത്തിൽ വളരെ ക്രിസ്പായിട്ടുള്ള ഡയലോഗ്സ് കൊണ്ടും നല്ല പേസുള്ള നറേഷൻ കൊണ്ടും പിടിച്ചിരുത്താൻ സാധിക്കുന്നുണ്ട് റോക്കറ്ററി ദി നമ്പി എഫക്റ്റ് എന്ന ചിത്രം. നമ്മൾ സ്ഥിരം കാണുന്ന ബയോപിക്കിൽ കാണുന്ന പോലെയുള്ള ക്ലീഷേ റൊമാൻസോ ഡ്രാമയോ അല്ലെങ്കിൽ മോട്ടിവേഷനുള്ള കാര്യങ്ങളോ പഞ്ച് ഡയലോഗ്സോ ആക്ഷൻ സീക്വൻസുകളോ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. പക്ഷേ പ്യൂറായിട്ടുള്ള സത്യങ്ങൾ എടുത്തു പറയുന്ന ഒരു സിനിമയാണ് ഈ റോക്കറ്ററി ദി നമ്പി എഫക്റ്റ് എന്ന ചിത്രം. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, അങ്ങനെ എല്ലാത്തിലും മാധവൻ തന്നെയാണ്. ഈവൻ പ്രൊഡ്യൂസർ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു സിനിമ, ഈ ഒരു കഥ നാട്ടിലേക്ക് എത്തിക്കണം, നാട്ടുകാരെ അറിയണം എന്നുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു മോട്ടീവ് നമുക്ക് അതേപോലെ തന്നെ സ്ക്രീനിലും കാണാൻ സാധിക്കും. ആക്ടിങ് മുതൽ ബാക്കിയുള്ള എല്ലാ ആസ്പെക്ട്സിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന എഫേർട്ടുകളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും സിനിമ കാണുന്ന സമയത്ത്. കൂടെ വന്നിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാനീ പറഞ്ഞു, ഈ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിന് പോലും പ്രോപ്പറായിട്ടുള്ള റോൾ ഉണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ അവരൊന്നും വെറുതെ പിടിച്ചിട്ടിരിക്കില്ല. ഓരോരുത്തരും എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചിലപ്പോൾ ചിലവരുടെ ഡയലോഗ്സ് ആയിരിക്കും ഇന്ത്യയുടെ തന്നെ പല പ്രമുഖ കാര്യങ്ങളിലും മെയിനായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആ കഥാപാത്രങ്ങൾ വെറുതെ വിടാതെ ആ കഥാപാത്രങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്കെച്ച് ചെയ്തുകൊണ്ടാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാം. ഈവൻ ഇൻ്റർവ്യൂവിനായിട്ട് വരുന്ന സൂര്യയ്ക്ക് പോലും പ്രോപ്പറായിട്ടുള്ള റോളും പ്രോപ്പറായിട്ടുള്ള അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയാൻ ഉള്ള സ്പേസ് സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള സ്പേസ് കൊടുക്കുന്ന ഈ ഒരു കേസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന് പുറമെ ഒരു ഇമോഷണൽ റൈഡ് തന്നെ തരാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുള്ളത്, സിനിമ ചില നേരത്തൊക്കെ ചില കാര്യങ്ങളും ചില ടേംസൊക്കെ നമുക്ക് സാധാരണക്കാരന് പോലും മനസ്സിലാവാതെ വരും. അത്തരത്തിൽ അത്തരം സിറ്റുവേഷൻസിൽ പോലും ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും റഷ്യൻ ആയാലും ഭാഷകളൊക്കെ മലയാളമായിട്ടും തമിഴായിട്ടൊക്കെ തന്നെ ഡബ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. എന്നാൽ പോലും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ടേംസ് ആയിരുന്നു. ഇത് മാത്രമാണ് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്. കാരണം അങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പക്ഷേ അതേസമയം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഏതൊരു ജനറൽ ഓഡിയൻസിനും മനസ്സിലാവാൻ സാധിക്കുന്ന രീതിയിൽ വളരെയധികം ഗ്രൗണ്ട് എർത്തായിട്ടാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാതരം പ്രേക്ഷകരും കാണേണ്ട, ഇന്ത്യക്കാർ എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു സിനിമ ഒരു മസ്റ്റ് വാച്ച് ബയോപിക്കായി തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. കണ്ടില്ലാത്തുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കാം. ഒരു മനുഷ്യനില്ല തിയേറ്ററിൽ. നല്ല സിനിമകൾക്കൊന്നും ഇത്തരത്തിൽ അറിയാം, നമുക്ക് ഈ സിനിമകളുടെ റിസപ്ഷനൊക്കെ എത്രയാണെന്ന് അറിയാം. പക്ഷേ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ദി നമ്പി എഫക്റ്റ് എന്ന് പറയാം. ഓൾറെഡി ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.